Hi guys, once again welcome back to Jupiter മക്കളെ. അങ്ങനെ നിങ്ങൾ ഏറ്റവും അവസാനത്തെ പരീക്ഷ പൊളിറ്റിക്കൽ സയൻസിലേക്ക് എത്താൻ വേണ്ടി പോകണല്ലേ. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ +1 എത്തിയിട്ട് ശരിക്കും ഒരു സിസ്റ്റമാറ്റിക് നടത്തുന്ന വൃത്തിയിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് നന്നായി പഠിച്ചോ, നല്ല ചോദ്യങ്ങൾ +1 പൊളിറ്റിക്സ് ചോദിക്കും. അപ്പോൾ +1 പൊളിറ്റിക്സിലെ നാളെ നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ കാണുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതായത് നിർബന്ധമായി നിങ്ങൾ നാളെ കാണാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. സോ മക്കളെ, മൈ നെയിം ഈസ് നിഹാൽ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന ആൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളുടെ വേഗം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. രാത്രി കൃത്യമായിട്ട് 7 മണിക്ക് ലൈവ് ഉണ്ട്. കറക്റ്റ് ആ സമയത്ത് എത്തിക്കോ. വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ആദ്യ ചോദ്യത്തിലേക്ക് കടക്കേണ്ടതാണ്. എക്സ്പ്ലെയിൻ ദ വേരിയസ് കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്, ഡിസ്കസ് ദ ഗിവൻ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. എന്താണ് ജസ്റ്റിസ്? നീതി അല്ലേ. നീതി വിവിധ ആശയങ്ങൾ വിശദീകരിക്കാൻ നീതിയുടെ പല മാനങ്ങൾ താഴെ കൊടുക്കുന്ന ഡീറ്റെയിൽ ആയി എഴുതാനാണ്. ഇതൊരു 8 മാർക്കിന്റെ എസ്സേ, 8 മാർക്കിന്റെ എസ്സേയോ അല്ലെങ്കിൽ ഒരു 5 മാർക്ക് ഷോർട്ട് എസ്സേ ആയിട്ടോ നാളത്തെ ചോദ്യ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. റെഡി? എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ? ഒന്നാമത് 3 പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്, 3 ഡയമെൻഷൻസ് ഉണ്ട്. ഒന്നാമത് ഏതാ? ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഈക്വൽസ്. എന്താ ഈക്വൽ ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ തുല്യരോട് തുല്യ പരിഗണന അല്ലെ. നമ്മള് നീതിയാ കണക്കാക്കുന്നത്. അപ്പൊ ഞാനും എന്റെ അതേ പൊസിഷനിൽ ഇരിക്കുന്ന എന്റെ അതുപോലുള്ള ഒരാളായിരിക്കും, വേറെ വ്യത്യാസമൊന്നുമില്ല എങ്കിൽ നമ്മൾ അദ്ദേഹത്തെ എന്തായി നമ്മൾ കണക്കാക്കിയാൽ മതി? തുല്യമായി കണക്കാക്കിയാൽ മതി. അദ്ദേഹത്തിന് വേറെ ഒരു പ്രിവിലേജോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന് 2 കൈയും 2 കാലും ബുദ്ധിയും കാര്യങ്ങളും ജോലിയും വരുമാനം ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ എന്തായി കണക്കാക്കിയാൽ മതി? തുല്യമായി കണക്കാക്കിയാൽ മതി അല്ലേ. സോ കൺസിഡർ everyone is society as equal, this justified equal treatment and equal right അല്ലേ. സമൂഹത്തിലെ എല്ലാ ആളുകളും നമ്മൾ എന്തായാലും കണക്കാക്കുക, തുല്യരായി കണക്കാക്കുക. അതുകൊണ്ട് യാതൊരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആസ് എ സിറ്റിസൺ എല്ലാവരും തുല്യരാണ്. നമ്മൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും നമ്മളെന്താണ് നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താണ്? തുല്യരാണ്. ആർക്കും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നും ആരും കൊടുക്കുന്നില്ല. ആ ഒരു കൺസെപ്റ്റ് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. എക്സാമ്പിൾ എന്താ? ജെർമി ബന്ധാമാണ് ശരിക്കും ഈ ഒരു ഐഡിയ എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നത്. നോട്ട് ചെയ്തൊക്കെ ഒരു 1 വേർഡ് ചോദ്യമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ചോദിക്കാം. റെഡി? രണ്ടാമത് എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ് ആണ്. എന്താ പ്രൊപ്പോർഷനേറ്റ് ജസ്റ്റിസ്? ആനുപാതിക നീതി. എന്താ ആനുപാതികം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാവരോടും തുല്യമായി നീതി കാണിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആനുപാതികമായി നീതി കാണിക്കുന്നത്. നോക്ക് നിങ്ങൾ, തുല്യർക്ക് തുല്യവും തുല്യരല്ലാത്തവർക്ക് തുല്യമല്ലാത്തതുമായ പങ്ക് നൽകപ്പെടുന്ന രീതിയാണ് ആനുപാതിക നീതി സങ്കല്പം അല്ലെ. അതായത് ഒരേ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഒരേ സാലറി കൊടുക്കും, എന്നാൽ വ്യത്യസ്ത ജോലി ചെയ്ത് വ്യത്യസ്ത സാലറി കൊടുക്കണ്ടേ? ഇതുപോലെ തന്നെ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഈക്വൽ ആണ് എന്ന് പറയുമെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്നെ പോലെ അല്ല ശരിക്കും നിങ്ങൾ, ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ചെയ്യില്ല, അപ്പൊ നിങ്ങളുടെ പാരൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മനുഷ്യൻ എന്ന കൺസെപ്റ്റ് എല്ലാവരും തുല്യനാണെങ്കിലും ചില രീതിയിൽ പലപ്പോഴും മനുഷ്യന്മാർക്കിടയിൽ എന്ത് വരാറുണ്ട്? ഒരു അനുപാതിക അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഒരു പ്രൊപ്പോർഷണൽ ജസ്റ്റിസ് ഇന്ത്യയാണ് പലപ്പോഴും ആളുകൾക്ക് വരാറല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ രണ്ടും അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിൽ 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. രണ്ടും +1 കൊമേഴ്സ് പഠിക്കുന്ന അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികളാണ്, പൊളിറ്റിക്സ് പഠിക്കുന്ന കുട്ടികളാണ്. എന്നാൽ ഒരു കുട്ടി കാലിന് വയ്യ, അവന് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഒരു ഫ്ലാറ്റ് ആയ സർഫേസിൽ അവന് കയറി വരാൻ പാകത്തിലുള്ള ഒരു സ്റ്റെപ്പ്, എന്താ ഒരു സ്റ്റെയർ കേസ് പോലെ എന്താണ് അവന്റെ വീൽ ചെയർ മുന്നോട്ട് എന്താണ് ഉരുട്ടി കയറ്റാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ സെറ്റപ്പായി കൊടുക്കണം. അപ്പോൾ എന്താ സാറേ അവനോട് അങ്ങനെ ചെയ്ത്? അവനൊരു എക്സ്ട്രാ കെയർ കൊടുത്തില്ലേ? എക്സ്ട്രാ കെയർ കൊടുക്കാൻ അവൻ അർഹിക്കുന്നുണ്ട്. അതാണ് ആനുപാതിക നീതി. നമ്മളത് ചെയ്ത് കൊടുത്താൽ പറ്റും അല്ലെ. എന്താണ് ഇത്? അരിസ്റ്റോട്ടിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡ്, ഈ ഒരു രീതി കൊണ്ടുവന്നത് കേട്ടോ. മൂന്നാമതാണ് നമ്മൾ പറയുന്നത് റെക്കഗ്നിഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്. എന്താണ് റെക്കഗ്നിഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്? പ്രത്യേക ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ചില സന്ദർഭത്തിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്, പിന്നെ എന്തിനാണ് ആ വിഭാഗം ആൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക? ഒന്നും പറഞ്ഞാൽ പോലെ ചില വിഭാഗം ആളുകൾക്ക് എപ്പോഴും ഒരു പരിഗണന ആവശ്യമുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ആരൊക്കെയാ നോക്ക് നിങ്ങൾ? ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ഈസ് ദ റെക്കഗ്നിഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ് ഓഫ് പീപ്പിൾ വൈൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് റിവാർഡ്സ് അല്ലെ. നമ്മൾ പറഞ്ഞെന്താണ്? റിവാർഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം അവരെ പരിഗണിക്കേണ്ടതാണ്. ആരൊക്കെയാണ് വിഭാഗം വരുന്ന ആളുകൾ? ഫിസിക്കൽ ഡിസബിലിറ്റീസ് ആയ ആളുകൾ, ഓൾഡ് ഏജ്, ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, ബാക്ക്വേർഡ്നെസ്, ഇത്തരം ആളുകൾ നമ്മൾ സ്പെഷ്യൽ കൺസെഷൻ നമ്മൾ കൊടുക്കണം. ആർക്കും അതിൽ വരുന്ന ശാരീരിക അവശകളുള്ള ആളുകളായിരിക്കാം, പ്രായം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളായിരിക്കാം, ആരോഗ്യ പരിരക്ഷ കിട്ടാത്ത ആളുകൾക്ക്, പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം അല്ലെ. അപ്പോൾ നമുക്കറിയാം ST വിഭാഗം, പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആ വിഭാഗം നമുക്ക് പറയാൻ എല്ലാവരും മനുഷ്യർ നമുക്ക് പറയാം അല്ലെ. നമുക്ക് എന്തിനാ ആ വിഭാഗം നമ്മൾ എന്തിനാ പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കുന്നത്? കാരണം അവര് വളരെ ബാക്ക്വേർഡായി ജീവിക്കുന്ന ആളുകളാണ്. അവരെ സൊസൈറ്റിയിലെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ അവരെ സഹായിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മളൊരു കൈത്താങ് നമ്മൾ കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഈ 3 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? നീതി നടപ്പിലാക്കാൻ സാധിക്കുക. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം പിടിച്ചോ. പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടി ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന പിന്നെ അംഗീകരിച്ച് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. 8 മാർക്കാണ് മക്കളെ, 8 മാർക്കാണ്. 8 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ ഒരു 5 മാർക്കിന്റെ എന്താണ് ഷോർട്ട് എസ്സേ ആയിട്ടും ഈ ചോദ്യം ചോദിക്കും. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ചു വെച്ചോ. എന്തൊക്കെയാണ് പ്രധാനമായും മൗലിക അവകാശങ്ങൾ? എത്ര ഉണ്ട് നമുക്ക്? ആർട്ടിക്കിൾ 6 മൗലിക അവകാശം നമുക്ക്. ഏതൊക്കെ 6 മൗലിക അവകാശങ്ങൾ? ഏതാ? റൈറ്റ് ഈക്വാലിറ്റി അല്ലെ. സമത്വത്തിനെ പറ്റി പറയുന്നത് സമത്വമുണ്ട്. അതാണ് ഫ്രീഡം, സ്വാതന്ത്ര്യം, സമത്വം,
സ്വാതന്ത്ര്യം, എന്താണ് ചൂഷണത്തിനെതിരെ, എന്താണ് മതസ്വാതന്ത്ര്യം എന്നത്, അതൊന്ന് വിദ്യാഭ്യാസവും അതുപോലെ സാംസ്കാരികം, എന്താണ് ഭരണഘടന, പ്രതിവിധിക്കുള്ള അവകാശം അല്ലെ. ഈ 6 ഉണ്ട്. ഇത് 6 പഠിച്ചു വെച്ചോ. എക്സാമിന് എന്തായാലും ചോദിക്കും. ഒരു എസ്സായിട്ട് ചോദിക്കും അല്ലേ. ഇവിടെ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ട് എവിടെ നമ്മുടെ മൗലികാവകാശം പരാമർശിക്കപ്പെടുന്നത് പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് പാർട്ട് 3 മൗലികാവകാശം. അല്ലെ 3 മൗലികം വേണമെങ്കിൽ എന്താണ് പിന്നെ രണ്ടും മായ അല്ലെ. വേണമെങ്കിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എവിടെയാണ് ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങളെ പറ്റി പരാമർശിക്കുന്നത്? പാർട്ട് 3 അല്ലെങ്കിൽ പാർട്ട് 3 നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കുക. റെഡി? ഓക്കെ, ഇത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ പിന്നെ മൗലിക അവകാശങ്ങൾ എന്താണ്? ഇത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം അല്ലെ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എല്ലാ മൗലിക അവകാശങ്ങളും ഡീറ്റെയിൽ ഇരുന്ന് പഠിക്കുക. നോട്ട്സ് എന്തായാലും എവിടെ കിട്ടും? നമ്മളെ കമ്മ്യൂണിറ്റി കിട്ടും. അതുപോലെ തന്നെ ലൈവിൽ നിർബന്ധം നിങ്ങൾ എത്താൻ നമ്മൾ അവിടെ ഡീറ്റെയിൽ പഠിക്കും കേട്ടോ. അപ്പോൾ എന്താണ് ഫസ്റ്റ് ആവുന്നത്? റൈറ്റ് ഈക്വാലിറ്റി ഉണ്ട് 14 മുതൽ 18 വരെ. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം. അതുപോലെ തന്നെ പിന്നെ ഫ്രീഡം തന്നെ നമ്മൾ എന്തുണ്ട് 6ഓളം വരുന്ന ഫ്രീഡം അല്ലേ. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം തന്നെ ആർട്ടിക്കിൾ 19 അല്ലേ. ആർട്ടിക്കിൾ 19 നമ്മൾ 6 എത്ര അല്ലെ, നമ്മൾ 6 മൗലിക സ്വാതന്ത്ര്യത്തെ പറ്റി എവിടെ പരാമർശിക്കുന്നുണ്ട്? ആർട്ടിക്കിൾ 19. ഏതൊക്കെയാണെന്നോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറയുന്നുണ്ട്. അസംബ്ലി വിത്തൗട്ട് ആംസ് പറയുന്നുണ്ട്. ടു അസോസിയേഷൻ ചെയ്യാൻ, ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി. ഇന്ത്യയിലെ എമ്പാടും നമുക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഇന്ത്യയിൽ എവിടെയും വീട് വെച്ച് താമസിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആർട്ടിക്കിൾ 4 ഫ്രീഡം ഓഫ് മതസ്വാതന്ത്ര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 5 കൾച്ചറൽ എഡ്യൂക്കേഷൻ റൈറ്റ്സ് പറയുന്നുണ്ട്. ഇനി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ആണ് ഏറ്റവും അവസാനത്തെ ആർട്ടിക്കിൾ 32 നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ എന്ത് വിളിക്കുന്ന ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ഡോക്ടർ BR അംബേദ്കർ ഈ ഒരു മൗലിക അവകാശത്തെ പരാമർശിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായും പഠിച്ചിരിക്കും. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കി നിങ്ങൾ. വാട്ട് ആർ ദ മേജർ സജഷൻ ടു ഇംപ്രൂവ് ദ ഇലക്ഷൻ സിസ്റ്റം? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാന നിർദ്ദേശങ്ങൾ എന്തല്ല? നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം അല്ലേ. എന്നാൽ നമുക്ക് ഒരുപാട് പോരായ്മകൾ, ഒരുപാട് ഇഷ്യൂസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നടക്കാറുണ്ട്. എങ്ങനെ നമുക്ക് ഇലക്ഷൻ സംവിധാനത്തെ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് റിഫോം ചെയ്യാൻ സാധിക്കും? അതിനുള്ള സജഷൻസാണ് ചോദിച്ചത് അല്ലേ. ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 5 മാർക്കിന്റെ ഒരു ഷോർട്ടേജ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തൊക്കെയാണ് ചോദിച്ചു നോക്കുന്നത്? ടു പ്രിവെന്റ് ദ മണി പവർ ആൻഡ് ദ മസിൽ പവർ. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മണി പവറും മസിൽ പവർ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ടു സ്റ്റേറ്റ് ഷുഡ് ബിയർ ദ ഇലക്ഷൻ എക്സ്പെൻസ്. തെരഞ്ഞെടുപ്പ് ചെലവുകൾ ആര് വഹിക്കണം? രാഷ്ട്രം വഹിക്കണം. ടു മസ്റ്റ് ബി ദ ലിമിറ്റ് ഓഫ് ഇലക്ഷൻ എക്സ്പെൻസ്. അതുപോലെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് എന്ത് ചെയ്യണം? ഒരു പരിധി ഉണ്ടായിരിക്കണം. ദ കാൻഡിഡേറ്റ് ആൻഡ് ദ പാർട്ടി ഷുഡ് സബ്മിറ്റ് ദ ഓഡിറ്റ് അക്കൗണ്ട് ഓഫ് ഇലക്ഷൻ എക്സ്പെൻസ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളും പാർട്ടിയും എന്ത് ചെയ്യണം? തങ്ങൾ ചെലവാക്കിയ കൃത്യമായ കണക്ക് ആരെ മുന്നിൽ അവതരിപ്പിക്കണം? ആ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കണം. അതിൽ ക്രിമിനൽ ഷുഡ് നോട്ട് ബി ബെയർ ഫ്രം ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ. കുറ്റവാളികൾ എന്ത് ചെയ്യാൻ പാടില്ല? തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഓൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഷുഡ് ബി സസ്പെൻഡഡ്. എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളും നമ്മൾ നിലവിൽ ഇത്തരത്തിലെല്ലാ അടിച്ചമർത്തപ്പെടണം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം? അടിച്ചമർത്തപ്പെടണം. ഡെമോക്രാറ്റിക് വാല്യൂ ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടി. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ എന്ത് ജനാധിപത്യ മൂല്യങ്ങൾ അല്ലേ. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ പോലും ഏകാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാറല്ലേ. എന്നാൽ അവർക്കിടയിൽ എന്ത് വേണം? ജനാധിപത്യ മൂല്യങ്ങൾ അവർ തന്നെ സ്വയം എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അതിൽ സ്ത്രീകൾ കൃത്യമായി പ്രാതിനിധ്യം നൽകണം അല്ലേ. ഇങ്ങനെ ഒരുപാട് റിഫോംസ് ഉണ്ട്. കൃത്യമായി ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി എക്സാം ദ ഡിസ്കഷൻ ഈ പവർ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരങ്ങൾ എന്നത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന്റെ ചോദ്യമാണ്. പഠിച്ചു വെച്ചോ. എന്തൊക്കെയാണ് പ്രസിഡന്റിന്റെ ഡിസ്കഷണറി പവേഴ്സ്, വിവേചന അധികാരങ്ങൾ? ഒന്ന്, പ്രധാനമന്ത്രി എല്ലാ കാര്യങ്ങളും ആരെ അറിയിക്കണം? നമ്മുടെ പ്രസിഡന്റിനെ അറിയിക്കണം. അതുപോലെ തന്നെ പ്രസിഡന്റ് വീറ്റോ അധികാരമുണ്ട്. വീറ്റോ പവർ ഓഫ് പ്രസിഡന്റ്. എന്താണത്? പ്രസിഡന്റ് മേ ആസ്ക് ദ റിപ്പോർട്ട് ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. അതുപോലെ പ്രസിഡന്റ് ക്യാൻ ബി കൺസിഡർ ഓൾ റെക്കോർഡ് ബിൽ സ്പെൻഡ് ബൈ പ്രൈം മിനിസ്റ്റർ അല്ലെ. പ്രധാനമന്ത്രി അയച്ച എല്ലാ രേഖകളും ബില്ലുകളും ആർക്കും എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് പുനഃപരിശോധിക്കാൻ സാധിക്കും. പ്രസിഡന്റ് ക്യാൻ ബി ഡിസ്ക്രിമിനേറ്റ് പവർ വെൻ നോ പാർട്ടി ഗെറ്റ് മെജോറിറ്റി. ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാതെ വരുമ്പോൾ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? വിവേചനാധികാരം ഉപയോഗിച്ച് ആ മേഖല ഭരിക്കാൻ സാധിക്കും അല്ലേ. അതുപോലെ തന്നെ പ്രസിഡന്റ് ക്യാൻ ബി കീപ് ബിൽ പെൻഡിംഗ് വിത്തൗട്ട് എനി ടൈം ബോണ്ട്. ദിസ് കോൾഡ് പോക്കറ്റ് വീറ്റോ. അതായത് നമുക്കറിയാം ഒരു നിയമമായി മാറുന്നത് എന്ത് ചെയ്യണം? ഏറ്റവും അവസാനം രാഷ്ട്രപതി പ്രസിഡന്റ് അതിൽ ഒപ്പിടണം അല്ലേ. എന്നാൽ ആ നിയമത്തെ എത്ര കാലം വേണമെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഈ നിയമം വേണ്ട, ഇത് അടുത്ത ആഴ്ച നടപ്പിൽ വരുത്തും, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് നടപ്പിൽ വരുത്താം. അങ്ങനെ വിചാരിച്ച് എത്ര വേണമെങ്കിലും ആ ബില്ലിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ രാഷ്ട്രപതി. അതിനെ വിളിക്കുന്ന പേരാണ് പോക്കറ്റ് വീറ്റോ. നമ്മൾ അതിനെ വിളിക്കുക പോക്കറ്റ് വീറ്റോ. നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റെഡി? ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചോ. ഇനി ഏറ്റവും അവസാനമായിട്ട് എക്സ്പ്ലെയിൻ ദ ലോ മേക്കിംഗ് പ്രൊസീജിയർ ഓഫ് ഇന്ത്യൻ പാർലമെന്റിലെ നിയമനിർമ്മാണ നടപടിക്രമം വിശദീകരിക്കുക. എന്തൊക്കെയാണ് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? നമുക്കറിയാം 3 റീഡിങ്സ്, 3 വായനയുണ്ട്, 5 ഘട്ടങ്ങളുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ നിയമം നടപ്പിലാക്കുക. 3 റീഡിങ്സും 5 ഘട്ടങ്ങളുണ്ട് അല്ലേ. എന്താ 3 റീഡിങ്സ്? ഒന്നാം വായന. ഇപ്പൊ നമുക്കറിയാം
ഏറ്റവും പ്രധാന ഒരു അമെന്റ്മെന്റ് ഇപ്പോൾ നമ്മുടെ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടി അല്ലെ. അപ്പൊ എന്താണ് ഫസ്റ്റ് റീഡിംഗ് ഉണ്ട്, സെക്കൻഡ് റീഡിംഗ് ഉണ്ട്, അതുപോലെ എന്താണ് തേർഡ് റീഡിംഗ്. ആകെ 3 വായന. ഈ 3 വായനയുടെ ഇടയിൽ 5 ഘട്ടങ്ങളായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്താ ഇൻട്രൊഡക്ഷൻ ഓഫ് ബില്ലാണ്. ആ നിയമത്തെ അല്ലെ ബില്ല് ആദ്യമായി അവതരിപ്പിക്കുന്ന ഘട്ടമാണ്. ഇങ്ങനെ ഒരു നിയമം നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറയുന്ന ആദ്യമായ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ആ ഘട്ടത്തെ വിളിക്കുന്നവരാണ് എന്താ ഒന്നാം വായന, ഫസ്റ്റ് റീഡിംഗ്. എന്താ രണ്ടാം വായന അല്ലെങ്കിൽ സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് എന്താ ബേസിക് പ്രിൻസിപ്പിൾ ബിൽ ആർ ഡിസ്കസ്ഡ്. ആ ബില്ല് അല്ലെങ്കിൽ ആ നിയമം എന്തിനെ പറ്റിയാണോ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള മാറ്റമാണോ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയി ചർച്ച നടക്കും. കാരണം ഇത് വേണോ വേണ്ടേ, ഇത് എത്രത്തോളം ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന രീതിയിലുള്ള ഡീറ്റെയിൽ ചർച്ച എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മൂന്നാമത്താണ് കമ്മിറ്റി സ്റ്റേജ്. അതായത് ചർച്ചക്കൊടുവിൽ വീണ്ടും ഈ ബില്ലിനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചൊരു കാര്യം എന്താണ് പിന്നെ ആളുകൾക്കിടയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ നിയമത്തെ എന്ത് ചെയ്യും ഒരു പ്രത്യേക കമ്മിറ്റിക്ക് വിടും. ആ കമ്മിറ്റി എന്ത് ചെയ്യും ആ ലോയെ പറ്റി ബില്ലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നോക്കി നിങ്ങൾ ബിൽ റെഫർ ടു എ സെലക്ടഡ് കമ്മിറ്റി ഡീറ്റെയിൽ എക്സാമിനേഷൻ ഓഫ് ദ ബില്ല്. എന്താണ് ബില്ല് സെലക്ടഡ് കമ്മിറ്റിക്ക് വിടുന്നു, ബില്ലിനെ ആഴത്തിൽ ആ കമ്മിറ്റി പിന്നെ പരിശോധിക്കും. അങ്ങനെ കൃത്യമായ പരിശോധിച്ച ആ കമ്മിറ്റി എന്ത് ചെയ്യും ആ കമ്മീഷൻ എന്ത് ചെയ്യും റിപ്പോർട്ട് അവതരിപ്പിക്കും അല്ലെ. ആ റിപ്പോർട്ട് അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് സ്റ്റേജ് ആണ് കോസ് ബൈ ദ ക്ലോസ് ഡിസ്കഷൻ ഓഫ് ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദി ബിൽ. എന്താണ് നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സഭയിൽ ബില്ലുമിൽ ആഴത്തിൽ ചർച്ച എടുക്കുകയും വലിയ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സ്റ്റേജാണ് ഈ റിപ്പോർട്ട് ഘട്ടം. ഇനി ഏറ്റവും അവസാനം എല്ലാ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് മൂന്നാം ഘട്ടത്തിലാണ് ഈ എന്താണ് ചെറിയ മാറ്റങ്ങൾ വെച്ചിട്ട് ഈ ബില്ല് അംഗീകരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഘട്ടമാണ് എന്ത് ശരിക്കും പിന്നെ ഫൈനൽ സ്റ്റേജ് ആണ് ഈ പറഞ്ഞ മൂന്നാം ഘട്ടം. അങ്ങനെ ഈ 3 ഘട്ടത്തിലൂടെ ഓക്കെ ആയി പോയി കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് അയക്കുക ബിൽ പുട്ട് ഇൻ ടു വോട്ട് ഇൻ ഹൗസ് സെൻഡ് ടു അദർ ഹൗസ്. അതായത് ലോക്സഭയിൽ നേരെ എവിടെ അയക്കും ലോക്സഭയിൽ നേരെ രാജ്യസഭയിലേക്ക് അയക്കും അല്ലെ. അവിടെയും എന്ത് ഡിസ്കഷൻ നടത്തും. ഇതേപോലെ തന്നെ ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എവിടേക്ക് അയക്കുക പിന്നെ ഏറ്റവും അവസാനം അസസ് ബൈ ദ പ്രസിഡന്റ്. രാഷ്ട്രപതി എന്ത് ചെയ്യും രാഷ്ട്രപതി അംഗീകാരം രാഷ്ട്രപതി അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് ബില്ലായിട്ട് വരും. ഇവിടെ എഴുതി നോക്കി നിങ്ങൾ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം അത് അംഗീകരിക്കാം അല്ലെങ്കിൽ തിരിച്ചയക്കാം അല്ലെങ്കിൽ പിടിച്ചു വെക്കുന്നതിന് വിളിക്കുന്നതിനെ പോക്കറ്റ് ബിൽ നമ്മൾ പറഞ്ഞാലേ ഓക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം അത് അസെൻഡ് ചെയ്യാം അല്ലെങ്കിൽ അത് വേണ്ടതിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താണ്ട് തിരിച്ചയക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഹോൾഡ് ചെയ്ത് വെക്കാം. ഇത് മൂന്നും ആർക്കുള്ള അവകാശമാണ് രാഷ്ട്രപതിക്കുള്ള അവകാശമാണ് മക്കളെ. അപ്പൊ ഈ ചോദ്യങ്ങൾ നിർബന്ധം നിങ്ങൾ എക്സാമിന് ചോദിക്കും. ഈ ചോദ്യം ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നേരെ ദിസ് ഇസ് മൈ ഇൻസ്റ്റാ പ്രൊഫൈലാണ് നിഹാൽ പെർസ്പെക്റ്റീവ്. നിങ്ങൾ എന്ത് ചെയ്യുക ലൈവ് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുക നിഹാൽ സാറെ പരീക്ഷ നിങ്ങൾ വന്നിരുന്നോ വന്നിട്ടില്ലേ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വന്നോ ഇല്ലേ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മെസ്സേജ് അയക്കുക. കാരണം വേറെ ഒന്നുമല്ല പലരും എന്ത് ചെയ്യാറുണ്ട് പല രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എഡ്യൂപോഡിനെ വിശ്വസിച്ച് വന്ന ആളുകളാണെങ്കിൽ ഒരു സംശയവും വേണ്ട. എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായി ഈ കാര്യങ്ങൾ പഠിച്ചു എക്സാമിന് എന്ത് ചെയ്യാറ് ഇത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബാക്കി നമ്മൾ ഡീറ്റെയിൽ അവിടെ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ലൈവിൽ നിർബന്ധം നിങ്ങൾ അവിടെ എത്തണം. ബാക്കി നമ്മൾ എന്ത് ചെയ്യും പവർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. ഈ ചോദ്യം പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഞാനൊന്നും പറയുന്നില്ല ബാക്കി നിങ്ങൾ അനുഭവിച്ചോ. ടാറ്റ ബൈ ബൈ.